ഇലക്ട്രൽ ബോണ്ടുകളുടെ സീരിയൽ നമ്പർ പ്രസിദ്ധീകരിക്കാത്തതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ പ്രത്യേക താൽപര്യം പാടില്ല, എല്ലാ വിവരങ്ങളും പ്രസിദ്ധീകരിക്കണമെന്ന നിർദ്ദേശം പാലിക്കാൻ SBI ചെയർമാൻ ബാധ്യസ്ഥനാണ്. ആൽഫ ന്യൂമറിക്കൽ കോഡ്, സീരിയൽ നമ്പർ എന്നിവ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും പ്രസിദ്ധീകരിച്ച് വ്യാഴാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി SBIയോട് നിർദ്ദേശിച്ചു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ SBIക്ക് തിരിച്ചടി നേരിടുന്നു സുപ്രീം കോടതിയിൽ. ഇന്ന് കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് നിർദ്ദേശിച്ചിരുന്നത്? തടസ്സവാദങ്ങളായി SBI ഉന്നയിച്ചത് SBIയുടെ അഭിഭാഷകൻ ഹരീഷ് സാൽവെ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്? ഇന്നും SBI സാങ്കേതിക വാദങ്ങൾ ഉന്നയിക്കാനാണ് ശ്രമിച്ചത്. വിവരങ്ങൾ എന്നാൽ ആ ഒരു പരിധിയിൽ വരുന്ന ഇത് നമ്പറുകളില്ല എന്നത് വ്യക്തമാക്കുകയായിരുന്നു SBI ചെയ്യാനായി ഉദ്ദേശിച്ചത്. പക്ഷേ ഈ വിവരങ്ങൾ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്ന സുപ്രീം കോടതി അർത്ഥമാക്കിയത് എന്തോ അത് അതിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാൻ ജനങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിലുള്ള എല്ലാ വിവരങ്ങളും നൽകുകയാണ് വേണ്ടത്. അക്കൂട്ടത്തിൽ ഈ സീരിയൽ നമ്പരും ആൽഫ ന്യൂമറിക് നമ്പറുകളും എല്ലാം ഉൾപ്പെടും എന്ന് കോടതി പറഞ്ഞു. വിവരങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് ഈ വസ്തുതകളെല്ലാം ബോധ്യപ്പെടാനായിട്ടുള്ള ഉപാധികളാണ്. ഇതിന് തയ്യാറാകണം SBI എന്നുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. SBI തുടർച്ചയായിട്ട് ഈ കോടതി ഉത്തരവുകളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാടിനെതിരെ സുപ്രീം കോടതി രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ അമർഷം രേഖപ്പെടുത്തി. എല്ലാ തവണയും ഉത്തരവുകൾ നൽകിയാൽ മാത്രമേ SBI പാലിക്കുകയുള്ളൂ എന്ന വിധത്തിലേക്കാണ് SBI എത്തിയിരിക്കുന്നത്. അത് ഒരിക്കലും ഉചിതമായിട്ടുള്ള നടപടിയല്ല. ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് നിലവിലുണ്ട്. ആ ഉത്തരവ് കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ് SBIയുടെ ബാധ്യത. അതിന് SBIയുടെ ചെയർമാൻ ബാധ്യസ്ഥനാണ്. അത് ചെയ്യാതെ ഓരോ തവണയും തങ്ങളെ കൊണ്ട് ഉത്തരവ് പറയിച്ച് ഈ വിഷയത്തിൽ കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കുകയാണ് SBI എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഈ സുപ്രീം കോടതി വാദങ്ങളെ ഖണ്ഡിക്കാനായിട്ട് ഹരീഷ് സാൽവെ പല ഘട്ടങ്ങളിലും ശ്രമിച്ചു. കാരണം ഈ സൈലോകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ താരതമ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും സംയോജിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഉള്ള സമയപരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാതെയാണ് തങ്ങളെ വിമർശിക്കുന്നത് എന്നതുൾപ്പെടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാട്. ഏറെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. കേന്ദ്ര സർക്കാർ പറയുന്നത് തങ്ങളെ വേട്ടയാടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോളിസിറ്റർ ജനറലാണ് ഹാജരായത്. സോളിസിറ്റർ ജനറൽ അറിയിച്ചത് അനുസരിച്ച് ഈ ഹർജിക്കാരായി എത്തിയിരിക്കുന്നവർ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ മാധ്യമങ്ങളിലൂടെ മുതലെടുത്ത് തങ്ങളെ വേട്ടയാടുന്നു എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. ആ ഘട്ടത്തിൽ ആരെയും വേട്ടയാടണമെന്നും സുപ്രീം കോടതിക്ക് താല്പര്യമില്ല. മറിച്ച് ഈ വിവരങ്ങളെല്ലാം ഉത്തരവിന്റെ യഥാർത്ഥ താല്പര്യം പരിപാലിക്കപ്പെടണം എന്നുള്ളതാണ് തങ്ങളുടെ ആവശ്യം എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടലുകൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അനുകൂലമാകുന്ന നിലപാടുകൾക്കോ തയ്യാറല്ല. മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തങ്ങൾക്കൊന്നും മറ്റൊന്നും പറയാനില്ല എന്നതുകൂടി സുപ്രീം കോടതി വ്യക്തമാക്കി. ഏതായാലും വ്യാഴാഴ്ച സത്യവാങ്മൂലം സമർപ്പിക്കാനായിട്ടുള്ള നിർദ്ദേശവും അതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവുമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ശരി, രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഒന്നേ പറയുന്നുള്ളൂ, അത് ആരാണ് ഈ ബോണ്ടുകൾ നൽകിയത്, ആരാണത് വാങ്ങിയത്, അത് കൃത്യമാകണം, അത് ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാകണം എന്നത് മാത്രമാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം.